PCCI പ്രസിഡന്റ് റോജർ ബിന്നിക്ക് ഇന്ന് ജന്മദിനമാണ്. 1983 ക്രിക്കറ്റ് ലോകകപ്പിൽ നിർണായക പ്രകടനം കാഴ്ചവെച്ച താരം നിലവിൽ യുവ ഇന്ത്യൻ ടീമിനെ വാർത്തെടുക്കാനുള്ള ദൗത്യത്തിലാണ്. ഇനിയൊരു ഇടവേളയാണ്. 1983 വിൻഡീസിനെ തകർത്ത് കിരീടം ചൂടിയ കപിലിന്റെ ചെകുത്താൻ പടയിലെ പ്രധാനികളിൽ ഒരാൾ. ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ. ബൗളിങ്ങിനൊപ്പം ബാറ്റിംഗിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച താരം. ഇങ്ങനെ റോജർ ബിന്നിക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. ജൂലൈ 19 ബംഗളൂരുവിലാണ് റോജർ ബിന്നിയുടെ ജനനം. 1977-78 സീസണിലെ രഞ്ജി ട്രോഫി മത്സരത്തിൽ സഞ്ജയ് ദേശായിയുമായി ചേർന്ന് ഒന്നാം വിക്കറ്റിൽ 451 റൺസ് എന്ന റെക്കോർഡ് കൂട്ടുകെട്ടിലൂടെയാണ് ബിന്നി കരിയർ ആരംഭിക്കുന്നത്. 211 റൺസാണ് ഈ വലങ്കയ്യൻ ബാറ്റ്സ്മാൻ അന്നത്തെ മത്സരത്തിൽ അടിച്ചുകൂട്ടിയത്. 1979 ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലാണ് ബിന്നിയുടെ ടെസ്റ്റ് അരങ്ങേറ്റം. ഓൾറൗണ്ടറായ ബിന്നി ഇന്ത്യക്ക് വേണ്ടി 27 ടെസ്റ്റുകളും 72 ഏകദിനങ്ങളും കളിച്ചിട്ടുണ്ട്. 27 ടെസ്റ്റിൽ നിന്നും 1534 റൺസും 47 വിക്കറ്റുകളും 72 ഏകദിനങ്ങളിൽ നിന്നും 2260 റൺസും 77 വിക്കറ്റുകളും ബിന്നി സ്വന്തമാക്കിയിട്ടുണ്ട്. 1983 ലോകകപ്പിൽ 18 വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത്. BCCI പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന റോജർ ബിന്നി ടീം ഇന്ത്യയുടെ നിലവിലെ നേട്ടങ്ങളിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സെക്രട്ടറി ജയ്ഷായ്ക്കും നായകൻ രോഹിതിനുമൊപ്പം ചേർന്ന് യുവതാരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾക്ക് പിന്നിലാണ് നിലവിൽ അദ്ദേഹം. സ്പോർട്സ് ഡെസ്ക്, ജനം. ഈ വെസ്റ്റ് ഇന്ത്യൻ ബൗളർമാരുടെ തീപാറുന്ന ബോളിങ്ങിനിടയിൽ ഇങ്ങനെ മെല്ലെ വന്ന് പന്തെറിഞ്ഞാണ് റോജർ ബിന്നി, മൊഹീന്ദ്ര അമർനാഥ് തുടങ്ങിയവർ, അതുപോലെ മദൻ ലാൽ, ബൽവീന്ദർ സിംഗ് സന്ധു അവിശ്വസനീയമായ അപ്രതീക്ഷിതമായ വേൾഡ് കപ്പ് ജയം ഇന്ത്യക്ക് സമ്മാനിച്ചത്. 40 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയ ടീമിനെ യുവനിരയെ വാർത്തെടുക്കാനുള്ള ദൗത്യവുമായി റോജർ ബിന്നി തുടരുക തന്നെയാണ്.